ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാമജപത്തിൻ്റെ ശക്തി, അതായത് നാമജപം ജപിക്കുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്നൊരു കഥയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഒരു ഋഷിവര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല നല്ല മന്ത്രങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. വേദങ്ങളും ഗീതകളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശിഷ്യൻ വളരെ സങ്കടത്തോടെ ഗുരുവിനോട് വന്ന് പറഞ്ഞു, ഗുരുനാഥ, എനിക്ക് മന്ത്രം ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സ് ഇവിടെ എങ്ങുമല്ല, എൻ്റെ മനസ്സങ്ങ് സഞ്ചരിക്കുവാണ്. എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണല്ലേ എന്ന് ആര് പറഞ്ഞു? ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ ഒരു ചെറു പുഞ്ചിരിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു പാത്രം ഇടുന്നു, അതായത് ഒരു പഴകിയൊരു പാത്രം ഇടുന്നു. ആ പാത്രം കാണിച്ചിട്ട് ഗുരുനാഥൻ പറഞ്ഞു, നീ ഈ പാത്രത്തിൽ എന്നും എന്ത് ചെയ്യുക, വെള്ളമെടുത്ത് ആശ്രമത്തിലേക്ക് പോരുക. ശിഷ്യൻ അത്ഭുതത്തോടെ ആ പാത്രത്തിലോട്ട് നോക്കി. എല്ലാം മൂട്ട വീണ് പഴകിയ ഒരു പാത്രം. അത് ഒരു പാത്രമല്ല, 2 പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാത്രം മുഴുക്കി എന്താണ്, അഴുക്കും ചെളിയുമായിരുന്നു. ശിഷ്യൻ പക്ഷേ ഒന്നും തിരിച്ചു പറഞ്ഞില്ല കേട്ടോ. ശിഷ്യൻ എന്ത് ചെയ്തു, ഗുരുനാഥൻ പറയുന്നത് പോലെ എന്നും വെള്ളം എടുത്തിട്ട് ആശ്രമത്തിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുനാഥ, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു, എന്നും വെള്ളം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങ് എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നീ എന്നോട് പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യനും ഗുരുനാഥനും ശിഷ്യൻ വെള്ളമെടുത്ത വഴികളിലൂടെ സഞ്ചരിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, നീ ഈ വഴികളിലെ വ്യത്യാസം ഒന്ന് നോക്കി എന്ന് പറഞ്ഞു. ശിഷ്യൻ ആ വഴികളിലെ വ്യത്യാസം നോക്കി. സത്യമാണ്, എല്ലാ ചെടികളും, വാടിക്കൊഴിഞ്ഞു നിന്ന ചെടികളെല്ലാം എന്ത് ചെയ്തുകൊണ്ട് പൂത്ത് തളിർത്ത് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, താൻ വെള്ളം എടുത്ത പാത്രം ഓട്ടപാത്രമാണെങ്കിലും അത് തിളക്കമുള്ളതായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, നിന്റെ മനസ്സ് ഉറയ്ക്കുന്നില്ല അല്ലേ, പക്ഷെ നീ നാമജപം തുടർന്നുകൊണ്ടേയിരിക്കാം. ഈ ഓട്ടപാത്രത്തിലെ വെള്ളം പോലെ നിന്റെ നാമജപത്തിൻ്റെ ശക്തി ഈ സമൂഹത്തിന് വലിയൊരു മാറ്റമുണ്ടാക്കും. അതുമാത്രമല്ല, ദുഷിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ നാമജപത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നും ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു. താൻ സത്യമായിട്ട് നാമം ജപിക്കുന്നത് തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഉറപ്പിച്ച ശിഷ്യൻ ഗുരുവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്നും നാമജപം തുടർന്നുകൊണ്ടേയിരുന്നു. നാമജപത്തിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവർ, അതായത് ഭഗവത് വിചാരത്തിലൂടെ ജീവിക്കുന്നവരുടെ ചുറ്റുമുള്ളവർക്കും നല്ലൊരു വ്യത്യാസം, മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു കേട്ടോ. അപ്പോൾ എന്നും ഭഗവത് വിചാരത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ എല്ലാവരും ജീവിക്കുക, നന്മകൾ ചെയ്ത് ജീവിക്കുക, പറ്റുന്നവരെ സഹായിച്ച് ജീവിക്കുക. ഇതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുക, ഈ ജന്മത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒറ്റൊരു കാര്യം. അതുകൊണ്ട് എല്ലാവരും ഇതിന് ശ്രമിക്കുക. ഈ കഥ എല്ലാവരും ഒരു ഗുണപാഠമായിട്ട് എടുക്കുക. എല്ലാവരും ഇത് അനുഷ്ഠിക്കുക. ഹരേ കൃഷ്ണ.